ഓറഞ്ച് 50 കിലോ 50 നല്ല മധുരമുള്ള ഓറഞ്ച് 1 കിലോ ഒന്ന് മതിയോ? ഒന്ന് മതി. കിലോ 50 ആ ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാരം. പുള്ളിയാട്ടോ ഇതിന് ഓർഡർ. ഞാൻ വെറുതെ ഒന്ന് കച്ചവടം നടത്തുന്നുള്ളൂ. നമ്മളിപ്പോ ബാലുശ്ശേരിക്കടുത്തുള്ള കൂട്ടാടില എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഏതായാലും ഇന്നത്തെ സൂപ്പർ ബമ്പർ ഇവിടെയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ തകർന്ന് തരിപ്പണമൊക്കെ അടിച്ച് പൊളിക്കാനുള്ള പരിപാടിയാണ്. സൂപ്പർ ബമ്പർ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പോകത്തുള്ളൂ. എല്ലാം റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ വഴിയോടെ കച്ചവടം നടക്കുന്ന നല്ല പ്രകൃതിസുന്ദരമായ ഒരു ഗ്രാമമാണിത്. അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ചക്കര മുട്ട ഉമ്മ. എന്താ പേര്? നാരായണൻ. അടിപൊളി. എന്തായിരുന്നു ജോലി? ജോലിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ ജോലി. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. എന്താ പേര്? ഉസഖ. ഓക്കെ, നമുക്ക് പൊളിക്കാല്ലേ? അപ്പൊ പരിപാടി അവിടെ തുടങ്ങാൻ പോകും. എല്ലാവരും വരണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. ആഞ്ഞു പിടിച്ചോ ഏലീസ. അപ്പൊ ഇവിടുത്തെ ഒരു രസമുള്ള ഇവിടുത്തെ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള കണ്ടോ. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. നമുക്ക് ഏതായാലും ഒന്ന് കറങ്ങി തിരിഞ്ഞാൽ നമുക്ക് ഏതായാലും പ്രോഗ്രാം തുടങ്ങാൻ ഒരുപാട് സമയമായി. സമയം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ മലനിരകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. ഏതായാലും നമുക്ക് അപ്പുറം വരെ ഒന്ന് പോയിട്ട് വരാം. കൂട്ടാടിലെ ഗ്രാമം, ബാലുശ്ശേരിയിലെ ഒരുപാട് പഴക്കമുള്ള ഒരു ക്ലബ്ബുണ്ട് ഇവിടെ. ചേട്ടാ, അപ്പൊ അപ്പറേ അവിടെ നമ്മുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അവിടെ എന്നെ ഒന്ന് കൊണ്ടേ വിടണം. അവിടെ പരിപാടി തുടങ്ങാറായി. എന്നെ അവിടെ വിടൂലേ? തൊട്ടപ്പുറേ വിടൂലേ? അപ്പൊ ശരി, നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ പ്രോഗ്രാം തുടങ്ങാറായി. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് തകർക്കണം, തരിപ്പണം ആക്കണം. ഓക്കെ, ലവ് യു ഓൾ. അപ്പൊ നമ്മള് സ്ഥലത്തെത്തി. ഇവിടെ ഷൂട്ടിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. നിങ്ങൾ അങ്ങോട്ട് നോക്കി, അവിടെ എല്ലാം മൊത്തം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കൂട്ടാലിട അല്ലെ ജനങ്ങൾ മൊത്തം അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോ തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇവിടെ ആരെ നമുക്ക് എൻട്രി ചെയ്യിക്കും. ഇവർക്ക് ഇവിടെ സൂപ്പർ ബമ്പർ നമുക്ക് കളിപ്പിക്കണം, ഇവർക്ക് സമ്മാനം കൊടുക്കണം. ഏതായാലും കാര്യങ്ങൾ അതിൻ്റെ രീതിക്കാണെന്നാലേ കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ അവസാനിക്കുള്ളൂ. ഏതായാലും സൂപ്പർ ബമ്പറിലേക്ക് എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ മലയാളത്തിൻ പണിമുറ്റത്ത് സ്വർഗം നെയ്യാൻ സ്വർഗം തീർക്കാൻ കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് കൂട്ടാലിട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയം ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു ഏകദേശം വൈകുന്നേരം സമയമൊക്കെ ആയി. പക്ഷേ ഈ സമയത്തും 5:30 സമയത്തൊക്കെ തുടങ്ങിയ ഷൂട്ടാണ്. പക്ഷേ ഈ സമയത്തും സ്ത്രീജനങ്ങളടക്കം ഇത്രയും ഒരു ക്രൗഡ് ഇവിടെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് വലിയൊരു കയ്യടി വേണം. പിന്നെ ഇവിടെ JSC എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ദേശീയ നിലവാരത്തിലുള്ള ഒരുപാട് സ്പോർട്സ് താരങ്ങളെ വാർത്തെടുത്ത ഒരു ക്ലബ്ബാണിത്. ഇവിടുത്തെ വോളിബോളിന്റെ ഒരു ഈറ്റെല്ലാം തന്നെയാണ് ഈ കൂട്ടാലിട എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഏതായാലും പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടാലിടയിലെ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വീകരണം സൂപ്പർ ബമ്പറിലേക്ക്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളിവിടുത്തെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടായിരുന്നു. നമുക്ക് ഏതായാലും സൂപ്പർ ബമ്പറിലേക്ക് കടക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ചേട്ടാ പേര്? ശ്രീധരൻ. നാണം ശ്രീധരൻ ചേട്ടാ. എന്ത് ചെയ്യുന്നു? പറ, എന്ത് ചെയ്യുന്നു? കൂലിപ്പണി. കൂലിപ്പണി നാണോ? ഭയങ്കര അല്ലേ? ഭയങ്കര ഒരു വിജൃംഭിച്ച് നിൽക്കുക. ഓക്കെ, വേറെ എന്തുണ്ട് വിശേഷം? സുഖമാണ്. ഈ നാടിനെ കുറിച്ച് പറയാണ് എന്താ പറയാനുള്ളത്? നാട് സൂപ്പറാണ്, അടിപൊളിയാണ് അല്ലേ? ഹാപ്പിയാണ്. എന്താ ജോലി? എന്താ? കൂലിപ്പണിയാണ്. കൂടുതലും ആൾക്കാർ ഇവിടെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്താ പേര്? അശ്വിൻ. ഓട്ടോയാണ് ഓടിക്കുന്നത് അല്ലേ? സുരേഷ് ഓട്ടോയാണ് ഓടിക്കുന്നത്. നാടിന്റെ ഞരമ്പുകളാണ് ഓട്ടോക്കാര്. കാരണം നമ്മുടെ നാട്ടിലെ ഓട്ടോക്കാർക്ക് ഒരു കൈയടിച്ചേ. നല്ലൊരു കൈയടി. ഏതായാലും കൊള്ളാം. ദാതയാണ് ഇവിടുത്തെ. ശശിയായി പോയി. ആദ്യം ശശിയാവും, ശശി പിന്നെ സോമനാകും. ഓക്കെ, എന്താണ് പേര്? ശശിയായി. അതല്ലേ? പൊന്നെ പൊളിയാണല്ലേ? ശശിയാകും ശശാങ്കനാകും എന്നല്ലേ പാട്ട്? ആ പാട്ടറിയോ? രണ്ടുപേരും പാടിക്കേ. ശ്രമിച്ചാൽ നടക്കും. ആഞ്ഞു പിടിച്ചാൽ കിട്ടുമെന്നേ. സോറി, ഇല്ല. ആരാ പാടും? എനിക്കറിയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലേ, പഴയ കാലത്തൊക്കെ ഒന്ന് പാടുമായിരുന്നു. ഇപ്പോഴും പാടും. ഞാനേ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പാടിക്കുന്നത് ശരിയല്ല. ഒന്ന് വന്നേ.
ഞാനേ ഇദ്ദേഹത്തേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് പ്രിയങ്കരനായ ഗോപാലൻ ചേട്ടൻ. ഒരു ഗംഭീര കയ്യടി, നല്ല കയ്യടി അല്ലേ? ഇതാണ് ഗോപാലൻ ചേട്ടൻ. എന്തായിരുന്നു ജോലി നേരത്തെ? പോലീസ് സ്റ്റേഷനിലാണോ? KSCB-യിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ മകളെ കുട്ടികളുണ്ട്. ഉണ്ട്. സന്തോഷമാണ് ജീവിതം അല്ലേ? ഓക്കെ, നമുക്ക് ഒരു നല്ല ഗാനം അല്ലേ നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ. ഇഷ്ടമല്ലേ ഈ പ്രായത്തിലും ഈ ഒരു പാട്ട് കേൾക്കുന്നത്? നിങ്ങൾ സന്തോഷമല്ലേ? ഓക്കെ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മൾ തമ്മിൽ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പാടെ മറന്നൊന്നും ചെയ്യരുത്, പ്രായം പൊക്കോണ്ടിരിക്കുകയാണ്. വേറൊരു പാട്ടോട് പാടിയല്ലോ. പാട്ടുപാടിയുറക്കാൻ ഞാൻ താമരപ്പും പൈതലേ, കേട്ടു നീയുറങ്ങൻ താമരപ്പും പൈതലേ, രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. ആദ്യം നമ്മൾ പറഞ്ഞ ഉടനെ വന്ന പാട്ടെന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് സോങ്ങാ. രണ്ടാമത് പാടാൻ പറഞ്ഞപ്പോൾ എന്ത് വന്നു? ഒരു താരാട്ട് പാട്ട്. പഴയ പുലിയായിരുന്നു അല്ലേ? പഴയ നല്ല പുലി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലേട്ടൻ. അന്നത്തെ കാലത്ത് ഒരുപാട് ആരാധികമാരൊക്കെ ഉള്ള, നിങ്ങളൊക്കെ ഇപ്പോഴത്തെ ഫ്രീക്കന്മാരൊക്കെ കണ്ടാൽ കൊതിക്കുന്ന അത്രയും ഘനഗാംഭീര സൗണ്ടും പിന്നെ പാട്ടും അതിനേക്കാൾ ഉപരി ഹൈറ്റ് അല്ലേ? ഹൈറ്റൊക്കെ ഉള്ള ഒരുപാട് നന്മയുള്ള ഗോപാലേട്ടനായിരുന്നു. ഇപ്പോൾ സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ ജീവിതം? അപ്പോൾ ഇവിടെ വരാനും നമ്മുടെ കൂടെ ഒന്ന് പാട്ട് പാടാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. സൂപ്പർ ബമ്പർ കളിക്കാനായിട്ട് ഇവിടെ 5 പേരെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ നാടിൻ്റെ ഐശ്വര്യങ്ങളായ 5 പേരെ സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട്. വെൽക്കം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അപ്പോൾ സ്വീകരണം സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് 5 താരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു താരിയുണ്ട് അല്ലേ? എന്താ പേര്? അനുശ്രീ. എന്താണ് പേര്? ലതീഷ്, സുരേന്ദ്രൻ, അനീഷ്, മനോജ്. എന്ത് ചെയ്യുന്നു? ഞാനൊരു പ്രൈവറ്റ് ചീഫ് ഫിനാൻസിൽ വർക്ക് ചെയ്യാണ്. പ്രൈവറ്റ് ചീഫ് മിനിസ്റ്റർ ആണോ? പ്രൈവറ്റ് ഫിനാൻസ് നാടകത്തിലുണ്ടായിരുന്നോ? മുൻപുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. നല്ല കൈയടി. കറക്റ്റ് അല്ലേ? കറക്റ്റ് നാടക സൗണ്ട് ഉണ്ട്. ഇപ്പം വിട്ടോ സംഭവം വിട്ടോ? ഇപ്പൊ അങ്ങനെയല്ല, മുൻപ് കലാരംഗത്ത് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള നടനാരാണ്? അതെന്ത് ചോദിക്കാൻ, മോഹൻലാൽ. അതിനൊരു കൈയടി. ലാലേട്ടന്റെ ഭയങ്കര ഒരു ആരാധകനാണ് മനോജ് ഭായ്. അപ്പം ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് നമ്മുടെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ. ഡയലോഗ് പറയൂ. സേറാ, കണ്ണിൽ കണ്ടതും ദാനം കൊടുത്തതും വെട്ടിപ്പിടിച്ചതും ഇക്കണ്ടതെല്ലാം മാഞ്ഞു പോകണം ശേഖര. എന്താടോ നീ നന്നാവാത്തത്? കൊച്ചു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി നാമം ജപിക്കേണ്ട സമയമായടോ ശേഖര. വഴിമാറാ മുണ്ടക്കൽ ശേഖര. വെരി ഗുഡ്. ഓക്കെ, എന്താണ് പേര്? അനീഷ്. എന്താണ് പാട്ട് പാടുവോ? അങ്ങനൊന്നുമില്ല. പാട്ട് പാടും. ഓക്കെ, പാടിക്കോളൂ അനീഷ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാ. വെരി ഗുഡ്. അനീഷേ, അപ്പം വേറെ വീട്ടിലേക്ക് സുഖമാണോ? സുഖം തന്നെ. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞാണോ? അതെ ആയിരുന്നോ? നല്ലൊരു കയ്യടി. ഓക്കെ, എന്താ പേരെന്താന്ന് പറഞ്ഞേ? അനുശ്രീ. എന്ത് ചെയ്യുന്നു? PSC ക്ലാസ്. അനിയിപ്പം വരാനിരിക്കുന്ന ടെസ്റ്റ് എന്താണുള്ളത്? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. ഓക്കെ, ഏതായാലും ഇത് ഒരു വലിയ ഹൈറ്റ് ആയിട്ട് ഒരാള്. എന്റെ പൊന്നു, ഞാൻ ഇങ്ങനെ നോക്കണം. എന്നാ പൊക്കമാന്നേ. അതൊക്കെ സാറിനല്ലേ. എന്താ പേരെന്താ പറഞ്ഞു? എന്റെ പേര് ലതീഷ്. പോലീസിലാണോ? മിലിറ്ററി ആണോ? വെരി ഗുഡ്. അതിന്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പം
മിലിറ്ററിയാണ്. മിലിറ്ററിക്ക് നല്ലൊരു കൈയടി അത് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ കേട്ടോ. താങ്ക് യു. ഓ എന്റെ പൊന്നെ ആ ചിരി കണ്ടോ, അത് മാത്രം മതി നമുക്ക്. ഹലോ മിസ്റ്റർ പെരേര, അസറ്റമായി പോയി അല്ലേ? മിസ്റ്റർ കൂട്ടാലിട, മിസ്റ്റർ കൂട്ടാലിട. സുരേന്ദ്രൻ ചേട്ടൻ ഇവിടുത്തെ മെയിൻ, ഇവിടുത്തെ കല്യാണം അല്ലേ, എല്ലാ പരിപാടിക്കും പന്തല് പരിപാടികളെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഇവിടെ പാചകം ഉണ്ടോ? പാചകമല്ല, ലൈറ്റ് ആൻഡ് സൗണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഇത്രയും നല്ല ഒരു കൂട്ടായ്മ ഇവിടെ കാണാൻ പറ്റിയത്. നമ്മുടെ ചോദ്യം ചോദിക്കും, അതിനാദ്യം ആൻസർ ചെയ്യുന്ന ആളൊക്കെയായിരിക്കും ഇതിനകത്ത് എൻട്രി ആവാൻ പോകുന്നത്. ചോദ്യം ഇതാണ്, വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? കിണർ. തീർച്ചയായിട്ടും ശരിയാണ്, നല്ലൊരു കൈയടി. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? കിണർ. ഓക്കെ, വീണ്ടും വന്നിരിക്കുന്നു അനീഷ്. സി കേരളം സൂപ്പർ ബമ്പറിൽ കൂട്ടാലിടയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരായ അനീഷാണ് ആദ്യത്തെ ഗെയിം മത്സരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസ് ആയ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അനീഷ് റെഡിയല്ലേ? ഓക്കെ. നമുക്ക് 2 പെട്ടി ഇവിടെ ഇരിപ്പെന്ന് കണ്ടോ. ഒന്ന് പണപ്പെട്ടിയും പിന്നെ ഒന്ന് പണിപ്പെട്ടി. പണിപ്പെട്ടി. അനീഷിന് ഇതിനോടാ താല്പര്യം? അത് മതി. അപ്പൊ പൈസയോട് താല്പര്യമില്ല. അപ്പൊ 1000 രൂപ ആദ്യത്തെ ഗെയിമിൽ കിട്ടുമെന്ന് വെച്ചു. അനീഷ് ആ പൈസ എന്നാ ചെയ്യുന്നത്? ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും. തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി പിടിക്കുക. ദുരിതാശ്വാസ നിധിയിലേക്ക് 1000 രൂപ. അപ്പൊ നമ്മുടെ എല്ലാം, നമ്മുടെ പ്രാർത്ഥനയുണ്ട്, ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ക്രൂവിന്റെ പ്രാർത്ഥനയുണ്ട്. ആദ്യത്തെ ഗെയിമായ 1000 രൂപ ലഭിക്കുന്ന ആദ്യ റൗണ്ട് മത്സരമാണ് അനീഷ് കളിക്കാൻ പോകുന്നത്. അപ്പോ അനീഷിനെ കാത്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അനീഷിനുള്ള ആദ്യത്തെ പണി 1000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ക്ലിപ്പാലെ പറക്കാതെ. ക്ലിപ്പാലെ പറക്കാതെ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പേരെന്നോട് പറഞ്ഞ എല്ലാവരും കേൾക്കാൻ പേര് പറഞ്ഞ അനീഷാണ്. അനീഷ് 1000 രൂപയ്ക്കുള്ള ഗെയിമാണ് കളിക്കുന്നത്. ക്ലിപ്പാലെ പറക്കാതെ എന്ന് പറയുന്ന ഗെയിം കുറേ പേപ്പർ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഒരു ക്ലിപ്പ് കൊണ്ടുപോയി എടുക്കുക. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ട് അടുത്ത കയ്യിലിരിക്കുന്ന ക്ലിപ്പ് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ക്ലിപ്പിംഗ് എടുത്തുകൊണ്ട് പോരുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ 10 പേപ്പറാണ് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കേണ്ടത്. 120 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിനുള്ള സമയം. അനീഷ് റെഡിയല്ലേ? ഓക്കെ, അനീഷ് റെഡിയാണ്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിം സ്റ്റാർട്ട്. തുടങ്ങിക്കോളൂ. നല്ല കയ്യടി. 1000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന അനീഷാണ്. സമയം 10 സെക്കൻഡ് കഴിഞ്ഞു. അടുത്തടുത്ത് ഓടിപ്പോയി അടുത്തെടുക്ക്. അവിടെ കൊണ്ട് പിച്ചിട്ട് അത് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്ക്. അനീഷേ ക്ലിപ്പ് ചെയ്യുക. ഓക്കെ, അത് തന്നെ. 15 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അനീഷിന്റെ വിജയം എന്ന് പറയുന്നത്. കളയല്ലേ, ശ്രദ്ധിച്ച് അവിടെ കൊണ്ടേ വെച്ചിട്ട് പതുക്കെ സാവധാനം. കണ്ടോ അനീഷ, ശ്രദ്ധിക്ക്. അവിടെ കൊണ്ടേ വെച്ച് സെറ്റ് ചെയ്തിട്ട് വിട്. നിങ്ങൾ നോക്ക്, ശ്രദ്ധിച്ച് ചെയ്യ്, ടെൻഷൻ ആവാതെ ചെയ്യ്. ആ തുണിയിൽ അത് തന്നെ. 25 സെക്കൻഡ്. അത് തന്നെ, പതുക്കെ. അടുത്ത ക്ലിപ്പിട്. 2 എണ്ണമായി. ശ്രദ്ധിച്ച്. വെരി ഗുഡ്. 3 എണ്ണമായി. സമയം
കൈകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ അനീഷിന്റെ മുന്നിൽ. അനീഷയെ 4 എണ്ണമായി. 4ാമത്തെ അനീഷ ശ്രദ്ധിച്ച് കയ്യടിക്ക് കയ്യടിക്ക്, നല്ല കയ്യടി. 4 എണ്ണമായി. 5ാമത്തെയാണ് വെക്കുന്നത്. ഒരു മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റ് ബാക്കിയുണ്ട്. പോയി സാവധാനം, വെറുതെ വെക്കല്ലേ, സാവധാനം ശ്രദ്ധിച്ച് 1000 രൂപ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിച്ച് അത് വിട്ടിട്ട് ചെയ്യാം. പതുക്കെ, വെറുതെ വെക്കരുത്. 6 എണ്ണം. അടുത്തത് ഓ 7. ശ്രദ്ധിക്കുക. 40 സെക്കൻഡാണ് ബാക്കി. 30 സെക്കൻഡാണ് ബാക്കി. 15 സെക്കൻഡ് ബാക്കി. അടിച്ചു പോരെ. ആദ്യത്തെ 1000 രൂപ അടിച്ചിരിക്കുകയാണ്. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകണം. റെഡിയല്ലേ? 2000 രൂപ ഗെയിമിലേക്ക് തയ്യാറല്ലേ? തയ്യാറാണ്. ഓക്കെ. ഓക്കെ 1000 രൂപയാണ് ആദ്യത്തെ കളി കിട്ടിയിരിക്കുന്നത്. വാങ്ങാൻ തയ്യാറല്ലേ? ഓക്കെ താങ്ക് യു. നമ്മളെ കടമങ്ങ് തീർത്തിയാക്കാം അല്ലേ? കടം വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ. ഏതായാലും ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ. ഓക്കെ, താങ്ക് യു. സി കേരള സൂപ്പർ മെമ്പറിലെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി 1000 രൂപയുടെ വിജയി. 1000 രൂപ എന്ത് ചെയ്യാൻ പോവാ? ദുരിതാശ്വാസത്തിന് കൊടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഗെയിം കളിക്കാൻ വേണ്ടി തയ്യാറല്ലേ? തീർച്ചയായിട്ടും. അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. 2000 രൂപയുടെ ഗെയിം. അടുത്ത ഗെയിം അനീഷിനെ കാത്തിരിക്കുന്ന 2000 രൂപയുടെ ഗെയിം. 3000 രൂപയുടെ ഗെയിം കളിക്കാനുള്ള എൻട്രി. ഏതാണ് ഈ ഗെയിം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഗെയിമിന്റെ പേരാണ് പതിയെ പതിയെ. ഈ ഗെയിം നമുക്ക് കളിക്കാം. അതിനു മുന്നേ നമുക്ക് ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അറിയില്ല. ഇവിടുത്തെ നാട്ടുകാരുടെ കുട്ടിയുടെ നല്ലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞ്. എവിടെയാ കുട്ടി? എവിടെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എന്നാൽ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കണ്ണാടിക്കൈ
താങ്ക് യു ഞങ്ങളല്ലേ പറയണ്ടേ ഇത്ര നല്ല പാട്ട് പാടി തന്നല്ലേ. അപ്പൊ എല്ലാവരും താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. എന്താ മോടെ പേര്? റിയ രമേശ്. റിയ രമേശ്. എന്തിയാ അച്ഛൻ എന്തി? എവിടെ? അച്ഛനോട് ഉണ്ടല്ലേ, അച്ഛനോട് മൊബൈലിൽ പിടിച്ചോണ്ടിരിക്കുക. നന്നായിട്ട് പാടി കേട്ടോ. ഒരുപാട് സന്തോഷം. നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ നമുക്കല്ലേ? എന്തായാലും നന്നായിട്ട് പാടി. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്. പാട്ട് പഠിക്കുന്നുണ്ടോ? അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇലക്ട്രിക്കൽസിന്റെ വർക്കാണല്ലേ. അമ്മക്ക് ജോലി ഉണ്ടോ? ഇല്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അച്ഛനും അമ്മയും ഏട്ടനും. ഏട്ടൻ എന്ത് ചെയ്യുന്നു? ഏട്ടൻ മേപ്പേര് സ്കൂളാണ്. ഓക്കെ. ഏട്ടൻ പാടുവോ? അത്യാവശ്യം. എന്നാലും ഞാൻ നന്നായിട്ട് പാടുന്നല്ലേ. ഓക്കെ. എന്തായാലും നമുക്ക് നല്ലൊരു സമ്മാനം നമുക്ക് കൊടുക്കാം. ഓക്കെ, നല്ല കൈയടി. ഓക്കെ, താങ്ക് യു. പൊക്കോളൂ കേട്ടോ. ഞാനേ ഞാനിവിടെ നിന്നപ്പോൾ മോടെ പാട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുക. ആരാന്ന് പറയാോ? അവരൊന്നുമല്ല, അത് ഭീകരൻ, കൊടും ഭീകരനാ, പഴയ പുലിയാ. അപ്പൊ ഞാൻ ആ പുലിയെ ഇവിടെ നോക്കട്ടെ, ഇവിടെ എങ്ങോട്ട് ഉണ്ടായിരുന്നു. ദേണ്ട നിൽക്കുന്നു. വാ എന്റെ പൊന്നേ, എന്റെ പൊന്നു. ഇതാണ് നമ്മുടെ പുലിക്കുട്ടി. കണ്ടാ? ഞാൻ നോക്കിയപ്പോഴേ അവിടെ തകർക്കുമായിരുന്നു. ഒരു രക്ഷയില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. എൻ്റെ അമ്മ എന്തായാലും ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുക. ഓക്കെ, മൈക്ക് പിടിച്ചു. അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ഏറ്റവും നല്ല ആസ്വാദകയായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പ്രേക്ഷകയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. ഹലോ പറഞ്ഞോളൂ. അതേന്ന് പറ. അതെ, ചമ്പല. നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? പാടിക്കൂ. ഒരു രക്ഷയില്ല കേട്ടോ. എന്താണ് ഈ പുലിക്കുട്ടിയുടെ പേരെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയുന്നത്. മോടെ പേരെന്താ? അലൈന അല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉണ്ടല്ലേ. നല്ല പാട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ അവിടെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചോണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഈ മോൾ ഇവിടെ പാടുമ്പോ ഇവിടെ സൈഡിൽ ഇങ്ങനെ മാറി നിന്നിട്ട് ഭയങ്കരമായിട്ട് താളം പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു പാടുമെന്ന് ചോദിച്ചു. പാടുമെന്ന് പറഞ്ഞു. അല്ല മോടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ നാട് കലാകാരന്മാർ തന്നെ നാടാണോ? എനിക്കറിയാൻ ഒരു രക്ഷയില്ല. തമാശം ഇത്രയും കുഞ്ഞു കൊച്ചുവരെ ഇത്രയും താളത്തിൽ പാടുക എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല കേട്ടോ. ഏതായാലും സ്ഥലം മറക്കണ്ട, കൂട്ടാലിട മറക്കണ്ട. മഹാകവി എൻ കക്കാടിന്റെ സ്ഥലമാണിത്. അപ്പോ മോശമാകുമോ ഇവിടുത്തെ മുതലുകള്? ഇത് കണ്ടില്ലേ, തുടങ്ങി വരികയാണ്. പടി തുടങ്ങിയിട്ടുണ്ട്, അടി തുടങ്ങിയിട്ടുണ്ട്, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. മോൾക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ഞങ്ങളൊരു സമ്മാനമൊക്കെ തരുന്നുണ്ട് കേട്ടോ. പല്ലയിലൊക്കെ മൊത്തം പുഴുവൊക്കെ കയറി പോയിട്ടുണ്ട്. പുഴുവൊക്കെ മൊത്തം പല്ലയില് എവിടെയൊക്കെ ഉണ്ടോ നോക്കട്ടെ. മിഠായിയൊക്കെ ഇഷ്ടമാണോ? ആണല്ലേ കേട്ടോ. അപ്പൊ നമ്മുടെ അലൈന കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു, ഗംഭീരമായിരുന്നു. ഇവിടുത്തെ കുട്ടികളാരും മോശമാകാൻ വഴിയില്ലല്ലോ. കുട്ടികളോട് തൊട്ട് 2 വയസ്സുള്ള കുട്ടി തൊട്ട് ഈ മുതല് വരെ ഒരു 1.5 മുതലാണ്. ഏതായാലും നല്ല കയ്യടി കൊടുക്കണം. ഡാൻസ് കളിക്കാമോ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. അപ്പൊ അനീഷേ, നമ്മള് 2ാമത്തെ ഗെയിമിലേക്ക് കിടക്കുകയാണ്. 2000 രൂപയുടെ മത്സരമാണ്. ആദ്യത്തെ ഗെയിം വിഷമം ഉണ്ടായിരുന്നു. ആദ്യത്തെ
ഒത്തിരി ചെറിയ വിഷമം, വിഷമമുണ്ടായിരുന്നു. നല്ല വിഷമമുണ്ടായിരുന്നു. ആ തുറന്നു പറച്ചിലിന് വലിയൊരു കയ്യടി കൊടുക്കുക കേട്ടോ. എന്തായാലും 1000 രൂപ നമുക്ക് സർക്കാരിലേക്ക് കിട്ടുന്നുണ്ട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഏതായാലും രണ്ടാമത്തെ ഗെയിം 2000 രൂപയുടെ ഗെയിമാണ്. 3000 രൂപയുടെ ഗെയിമിലേക്ക് എൻട്രി ആകാനുള്ള ഗെയിമാണ്. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. 3000 രൂപ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായും കൊടുക്കും. എത്ര ഫുള്ള് പൈസ കിട്ടിയാലും ദുരിതാശ്വാസത്തിലേക്ക് തന്നെയാണല്ലേ? കൊടുക്കും. ഓക്കെ, നമുക്ക് ഗെയിം പറഞ്ഞു തരാം. നമുക്ക് ഏകദേശം 100 സെക്കൻഡാണ്, ഏകദേശം നല്ല 100 സെക്കൻഡാണ് സമയം. ഒരു കൈ ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റ കൈയും ഒരു സ്കെയിലുമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ കുറച്ച് കുപ്പി വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയുടെ അകത്ത് അടിയിലേക്ക് ഈ സ്കെയിൽ ഇങ്ങനെ തള്ളി കയറ്റുക. എന്നിട്ട് ഇത് പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ വെക്കുക. ഞാൻ ചെയ്ത് കാണിക്കാത്തെന്ന് കാര്യം പറഞ്ഞാൽ ഞാനിതെന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും വെറുതെ ഇവിടെ വന്നിട്ട് ചമ്മണ്ടല്ലോ നിങ്ങൾ വെച്ച് ജാടക്കി മസിലൊക്കെ പിടിച്ച് നിന്നിട്ടേ അല്ല അനീഷേ. ഗെയിമിൻ്റെ ഏകദേശം സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല കയ്യടി വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് അനീഷിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആഞ്ഞു പിടിക്കുമല്ലേ? കയ്യടിക്ക് ഒരു കുറവുണ്ടാകരുത്. റെഡി? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് നമുക്ക് തുടങ്ങാം. വളരെ ശ്രദ്ധിച്ച്. 5 സെക്കൻഡ് കഴിഞ്ഞു. അനീഷ് വിചാരിച്ച നടക്കുന്ന നല്ലൊരു ഗെയിമാണ്. പതുക്കെ വെക്കുക, പതുക്കെ ശ്രദ്ധിച്ച്. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിച്ചോ? ഓക്കെ, 35 സെക്കൻഡ് കഴിഞ്ഞു. 35 സെക്കൻഡ് കഴിഞ്ഞു. ഓ, 50 സെക്കൻഡായി. ഞാനെടുത്ത് വെച്ചുതരാം, കുഴപ്പമില്ല. 70 സെക്കൻഡ് ആവുന്നു. ശ്രദ്ധിച്ച്, നല്ല കയ്യടി, നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. 15 സെക്കൻഡ് ബാക്കി. 15 സെക്കൻഡ് ബാക്കിയാണ്. 2 കുപ്പി ബാക്കിയുണ്ട്. 15 സെക്കൻഡ് ബാക്കി. ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യമാണ്. 9, 8, 6, 5, 4, 3, 1. മൈ ഗോഡ്, വളരെ വിഷമമുണ്ട്. കാരണം നമ്മൾ ഗെയിം തുടങ്ങി, രണ്ടാമതാണ് അന്ന് ബാലൻസ് ആയി വന്നത്. അപ്പോൾ അതൊക്കെയാണ് ബാലൻസ് ആയി വന്നത്. കാരണം നമുക്ക് ഈ ഇതിൻ്റെ ഒരു ബാലൻസിങ്ങിലേക്ക് പോകുന്ന ഒരു ടൈമിൽ ലാഗ് വന്നു കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഈ പണം ഉപയോഗിക്കാനിരുന്നത്. നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അതിൽ വളരെ സങ്കടമുണ്ട്. നല്ലൊരു എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഒരു രക്ഷയില്ലാത്ത സ്പിരിറ്റാണ്. എല്ലാത്തിനും മുൻപന്തിയിൽ ഇറങ്ങുന്ന ഈ സ്പിരിറ്റ്, നല്ല കയ്യടി. അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് അനീഷ്. എന്തായാലും CTV നമ്മളുടെ കൂട്ടാളുടെ ഈ പ്രദേശത്ത് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൽ എന്നെപ്പോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും അതിയായ സന്തോഷമുണ്ട്. അപ്പം എല്ലാവരെയും നന്ദി അർപ്പിക്കുന്നു. ഓക്കെ, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരുണ്ട് ഇവിടെ? നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. പൈസയല്ല, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരുണ്ട്? ഈ അസമയത്ത് കൈ വിറയ്ക്കാത്ത ആരെങ്കിലും വരണം. എന്തായാലും അനീഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അനീഷ് പോയി. അനീഷിന്റെ ചെയ്തിരുന്ന ഗെയിം കളിക്കുവാനായിട്ട് ഇവിടെ വേറൊരാൾ എത്തിയിട്ടുണ്ട്. എന്താ പേര്? ജാസിൻ. എന്ത് ചെയ്യുന്നു ജാസിൻ? ടിപ്പറിലാണ്. നമ്മുടെ മറ്റേ പുള്ളിയുടെ തീവണ്ടി സിനിമയ്ക്കകത്ത് അഭിനയിച്ച നടന്റെ പേരിന് ടൊവിനോയുടെ ചെറിയൊരു ഫാനാണ് തോന്നല്ലേ? അല്ലേ? അതെ, ആ ചൊപ്പി വെയ്യും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു സെറ്റപ്പിൽ. ഏതായാലും ഗെയിം മനസ്സിലായല്ലോ. 120 സെക്കൻഡ് സമയം തരും. അതിനുള്ളിൽ ആ സാധനം സ്കെയിൽ കൊണ്ട് ആക്കി അവിടെ വെക്കുക. റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാറായോ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്? ആയോ? ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട്.
ആ ആഞ്ഞു പിടിക്കുക. കൈവറയൊന്നുമില്ല, നീ കൈവറയ്ക്കൊന്നുമില്ല. ആ അനീഷത് കാണുന്നുണ്ടല്ലോ അല്ലേ? അനീഷേ, ആ അനീഷേ ഉണ്ടോ? എല്ലാം മറിച്ചിട്ടോ, ഒരു പണി എനിക്കാ കൂടുതൽ. അതും താഴെ കളയണം കേട്ടോ. ഇത് താഴെ പോയി ഞാൻ എടുക്കൂല. തീരുമ്പം പറയണേ. പിന്നെ എന്നാണ്ട് വിശേഷം? സുഖമൊക്കെ അല്ലേ? കളിക്കട്ടല്ലേ? നമ്മുടെ പയ്യനാ എടുക്കണ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ആഞ്ഞു പിടിച്ചോ. ആ ആ ഹലോ 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 ബടാ 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 ബടാ. അയ്യടി അയ്യടി. മക്കളെ എടാ പൊന്നെ, കഴിഞ്ഞു സമയം, സമയം കഴിഞ്ഞു. നമുക്ക് എന്നാ ചെയ്യാനല്ലേ? പോയാ പോയി ചെയ്യുന്നുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം. ആണ്ടാ വേലി ചാടിയാ വരുന്നത്. എന്താ പേര്? ഷഫീഖ്. ഷഫീഖ് എന്ത് ചെയ്യുന്നു? ഖത്തറിലാണ്. എന്നാ വന്നേ? ഇപ്പൊ ഒരു 3 മാസമായി. 3 മാസമായി. ഇനി തിരിച്ചു പോകണ്ടോ? തിരിച്ചിനി പോകണ്ടോ? ഉടനെ പോണുണ്ട്. മനസ്സിലായില്ല. വിവാഹിതനാണോ? വിവാഹിതനാണോ? പ്രണയം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. നോക്കുന്നുണ്ട്, പ്രണയം നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അതിനല്ല ഗെയിമിന്റെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഷഫീഖിനുള്ള നല്ലൊരു മഞ്ചത്തി കുട്ടിയെ കിട്ടട്ടെ. ഇത്തവണ കല്യാണം ഉണ്ടോ? അടുത്ത തവണ ഉണ്ട്. ഏതായാലും അടുത്ത തവണ നല്ലൊരു കുട്ടിയെ കിട്ടട്ടെ. ഷഫീഖിന്റെ കളി തുടങ്ങാൻ പോവുകയാണ്. 120 സെക്കൻഡാണ് സമയം. ഗെയിമിന്റെ സ്വഭാവം അറിയാമല്ലോ, പലരും കളിച്ച് തോറ്റുപോയൊരു ഗെയിമാണ്. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഗെയിം അതെ കൊള്ളാം. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും. ഞാനൊരു സാധു മനുഷ്യൻ. എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാൻ പോകണോ? ഓരോന്നാ ചെയ്യണ്ടെന്നായിരുന്നു. അടിപൊളി, ഒരു വിഷയമെന്നേ. അയ്യടിക്ക്. പുലിയായിരുന്നില്ലേ? 30 സെക്കൻഡ്. കൊള്ളാം, വെരി ഗുഡ്, ഫൈൻ ഫൈൻ. തിരുതി വെക്കല്ലേ? വെല്ലേ വെല്ലേ. ഇത് 90 സെക്കൻഡായി. സെക്കൻഡായി. 10 9 8 7 6 5 4 3 2 1 0. പിന്നെ വേറെ എന്നാ വിശേഷമൊക്കെ പറഞ്ഞു? സുഖമൊക്കെ തന്നെ. ഓക്കെ, ഞങ്ങളുടെ അനീഷ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നും കൂടെ ഉണ്ടോ? ഞങ്ങൾ അനീഷ് ഉണ്ടായിരുന്ന കൂടെ കാണായിരുന്നു. നിങ്ങള് പൊന്നെ അനീഷേ, അവിടെ ഉണ്ടോ? ഓക്കെ, സന്തോഷം. തന്തനാന തന്താനേ തന്താനേ തന്തനാന തന്താനേ ഹോയ് തന്തനാന തന്താനേ തന്താനേ
തന്തനാന തന്താനന്നാനേ ഹോ പുഞ്ചവയൽ ചിറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിൻ്റെ മക്കളുടെ പാട്ട് പുഞ്ചവയൽ ചിറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിൻ്റെ മക്കളുടെ പാട്ട് പുഞ്ചപ്പാടത്തിൻ ചുണ്ടിലെ ചുണ്ടിരി പൂത്തു വിരിഞ്ഞ ചെഞ്ചോരമാനത്തെ പൂലേരി പെണ്ണവൾ വീരുന്നു വന്നാൽ പശിയുള്ള മണ്ണിൽ ഞങ്ങൾ പണിതുയർത്തും പുതിയൊരു ലോകം പുതിയ ലോകത്തിൻ വരവറിക്കണ പാട്ടിൻ്റെ പാട്ട്. സൂപ്പർ. അപ്പോൾ നമ്മൾ പലയിടത്തും യാത്ര ചെയ്താണ് ഈ ഒരു സ്ഥലത്തെത്തിയത്. NN കക്കാടിൻ്റെ സ്ഥലം, കൂട്ടാലിടയിലെ സ്നേഹത്തിൻ്റെ സ്ഥലം, ഇവിടെയൊക്കെ വന്ന് നിങ്ങളെ കാണാനും ഒരുപാട് സ്നേഹസമ്പന്നരായ സൗഹൃദങ്ങളെ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഈ ചിരി, ഈ ഒരു സ്നേഹം എപ്പോഴും നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ മനുഷ്യരാണ്, ചിരിച്ചാലും ഭരിക്കും, ചിരിച്ചില്ലെങ്കിലും ഭരിക്കും. എങ്കിൽ പിന്നെ ചിരിച്ച് മരിച്ചുകൂടെ? ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനുമായി സൂപ്പർ മെമ്പറുമായി ഞങ്ങളുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ. അതുവരേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.